വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫറ്റ്. ഇന്ന് റീഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളറിയാതെ, നിങ്ങൾ ഇതുവരെയും മനസ്സിലാക്കാത്ത എന്തെങ്കിലും ഒരു യുണീക്കായിട്ടുള്ള ഒരു ടാലൻ്റ് ഉണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. നമ്മൾ ഓരോരാൾക്കാർക്കും അവരവരുടേതായിട്ടുള്ള ഒരു യുണീക്ക് ടാലൻ്റ് ഉണ്ടാവും. അത് ചിലർ അറിഞ്ഞിട്ടുണ്ടാവും, അതറിഞ്ഞിട്ടും അതിലേക്ക് പോകാൻ പറ്റാതെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതല്ല, ഇന്നേ വരെ അത് മനസ്സിലാക്കാതെ എന്താണ് അത് എന്നുള്ളത് തേടി നടക്കുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള റീഡിംഗ് ആണ് ഇന്ന്. ഈ റീഡിംഗ് ഞാൻ ചെയ്യുന്നത് കളക്റ്റീവായിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പൈൽ റീഡിംഗ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും. അതുകൊണ്ട് ഇന്ന് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ വാലിഡ് ആയിരിക്കും. ജനറൽ റീഡിംഗ് ആണ്, റീസണേറ്റ് ആവുന്നവർ എടുക്കുക. വൺ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ്. ട്രാവലിംഗ്, existence, master, possibilities, flowering. Bottom of the deck, the outsider ആണ് വന്നിട്ടുള്ളത്. Human design expert, psychocartography. Hydration, bubble. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. നിങ്ങളുടെ മെയിൻ എനർജി വന്നിരിക്കുന്നത് ദ ഔട്ട്സൈഡർ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഔട്ട്സൈഡർ എന്ന് പറയുമ്പം നിങ്ങളൊരു യൂണീക്ക് പേഴ്സണാലിറ്റി ആണ്, നിങ്ങളൊരു യൂണീക്ക് ആയിട്ടുള്ളൊരു സോൾ ആണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അങ്ങനെ പറയുമ്പം ഔട്ട്സൈഡർ എന്ന് പറയുന്ന കാർഡാണ്. അതായത് നിങ്ങൾക്ക് പുറത്തുള്ള ഒരാളായിട്ട് എപ്പോഴും തോന്നുന്നുണ്ടാവും. അതായത് കുറേ ആൾക്കാർ കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് തോന്നും നിങ്ങൾ അവിടെ ഉള്ളതല്ല, നിങ്ങൾ പുറത്താണ് ഉള്ളത്. അവർ സംസാരിക്കുന്ന കാര്യത്തിലോ അവർ ചെയ്യുന്ന കാര്യത്തിലോ നിങ്ങൾക്ക് ഇൻവോൾവ് ആകാൻ തോന്നുന്നുണ്ടാവില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നയിക്കേണ്ട ആൾക്കാരാണ്, ആ ഗ്രൂപ്പിൻ്റെ കൂടെ ചേർന്ന് പോകേണ്ട ആളുകളല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് അവരിൽ നിന്ന് ഭയങ്കര ഡിഫറൻസ് ആയിട്ട് എന്തെങ്കിലും ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അതായത് മറ്റുള്ളവരെയും നിങ്ങളെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരിൽ നിന്നും എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ യുണീക്ക് ഐഡൻറ്റിറ്റി വരുന്നത്. അപ്പോൾ ഈ ഐഡൻറ്റിറ്റിയാണ് നിങ്ങളാക്കുന്നത്. അതായത് നിങ്ങളൊരു ഇൻഡിവിജ്വൽ സോളാണ്. മറ്റുള്ളവരുടെ കൂടി ചേർന്ന് അവർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്ത് സെയിം ഒരു ഗ്രൂപ്പിനെ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ സെയിം ഒരു തിയറിയെ ഫോളോ ചെയ്യുക, ഒരു കണ്ടീഷൻസിനെ ഫോളോ ചെയ്യുക. ഇതൊന്നുമല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ഒറ്റക്ക് നടക്കേണ്ട വഴിയാണ്. മറ്റുള്ളവർ നിങ്ങളെ പിന്തുടരേണ്ടതാണ്. മറ്റുള്ളവരെ അല്ല നിങ്ങൾ ചേസ് ചെയ്യേണ്ടത്, മറ്റുള്ളവർ നിങ്ങളെയാണ് ചേസ് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കൂടെ കൂടുമ്പോൾ എന്തെങ്കിലും പുറത്തുള്ള ആളാണെന്ന് തോന്നുന്നൊരു ഫീല് വരും ഞാൻ പറഞ്ഞു. അപ്പോൾ അത് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ അവരുടെ കൂടെ കൂടേണ്ടതല്ല, അവരെ നയിക്കേണ്ട ഒരു പേഴ്സണാലിറ്റി ആണ് എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ മാസ്റ്റർ കാർഡ് വന്നിട്ടുള്ളത്. അതായത് ദ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. അത് കാണിക്കുന്നത് നിങ്ങളൊരു മാസ്റ്റർ സോളാണ്. അതായത് ഒരു ഗുരു എനർജി നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അത് പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നിങ്ങളുടെ എക്സിസ്റ്റൻസിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം. ഇവിടെ നിങ്ങൾക്ക് എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന കാർഡും വന്നിട്ടുണ്ട്, മാസ്റ്റർ എന്ന് പറയുന്ന കാർഡും വന്നിട്ടുണ്ട്. ഇത് രണ്ടും ഒരുമിച്ചാണ് വന്നിട്ടുള്ളത്. അതായത് എക്സിസ്റ്റൻസ് എന്ന് പറയുമ്പം അസ്തിത്വം, അതായത് നിങ്ങൾക്ക് ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു യുണീക്കായിട്ടുള്ള ഒരു അസ്തിത്വമുണ്ട്. ആ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന കാർഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ സ്റ്റാർസ് ഉണ്ട്. അവിടെ ഒരു വാൽനക്ഷത്രം കൂടി കാണാൻ പറ്റും. അത് ആ ഒരു നിങ്ങളുടെ സോളിൻ്റെ ഒരു യുണീക്കായിട്ടുള്ള ഒരു ക്വാളിറ്റിയെ കാണിക്കുന്നതാണ്. അപ്പോൾ ആ ക്വാളിറ്റി എന്താണെന്നുള്ളതാണ് ഇവിടെ മാസ്റ്റർ കാർഡ് വന്നിട്ടുള്ളത്. അതായത് നിങ്ങൾക്കുള്ളിൽ ഒരു അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു ഇന്നർ ഗുരു ഉണ്ട്. അപ്പോൾ ആ ഗുരുവിനെ ഉണർത്തിക്കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് പോസിബിലിറ്റീസ് നിങ്ങൾക്ക് മുന്നിലുണ്ട്. അപ്പോൾ ഈ ഗുരു എപ്പോഴാണോ ഉണരുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് മുന്നിൽ ഓപ്പർച്യൂണിറ്റീസും അതുപോലെ പോസിബിലിറ്റീസ് ഇതൊക്കെ നിങ്ങൾക്ക് മുന്നിൽ വരുന്നത്.
നിങ്ങളറിയാതെ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ശക്തി എന്ന് പറയുന്നത് ഈ മാസ്റ്റർ എനർജിയാണ്. അതായത് നിങ്ങളുടെ ഉള്ളിലെ ഇന്നർ ഗുരുവാണ്. അത് ഉണർത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ജന്മ ഉദ്ദേശം തന്നെ വരുന്നത്. അത് ഉണർത്തുക എന്നുള്ളതാണ്. അത്രയും യുണീക്കായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ ഇത് പുറത്തോട്ടേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഫസ്റ്റ് കാർഡ് ട്രാവലിംഗ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ സോൾ ഇപ്പോൾ റെസ്റ്റ് ഇല്ലാതെ പോവുകയാണ് ചെയ്യുന്നത്. സോളിന് എവിടെയോ എത്താനുണ്ട്, പക്ഷേ നിങ്ങൾ അതിന് ഈ ഒരു സമയത്ത് നിങ്ങൾ അതിന് തയ്യാറല്ല. അതായത് നിങ്ങളുടെ ബോഡി അതിന് തയ്യാറല്ല, നിങ്ങളുടെ മനസ്സും അതിന് തയ്യാറല്ല. നിങ്ങളുടെ മനസ്സും ബോഡിയും ഈ സോളിനെതിരായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് സോൾ ഇങ്ങനെ റെസ്റ്റ് ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ മൈൻഡും അതുപോലെ നിങ്ങളുടെ ബോഡിയും സോളിന് അനുകൂലമായിട്ട് വന്നിട്ടില്ലെങ്കിൽ സോള് കുറച്ച് കഷ്ടപ്പെടും, നിങ്ങളെ കുറച്ച് കഷ്ടപ്പെടുത്തും. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത്. ഇതിൻ്റെ നമ്പർ 8 ആണ്. 8 സാറ്റേണിൻ്റെ നമ്പറാണ്. അപ്പം നിങ്ങൾ ഈ ഒരു സമയത്ത് ആ ഒരു ബുദ്ധിമുട്ട്, ശനി വരുമ്പോൾ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുമോ ആ ഒരു ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബോഡി, മൈൻഡ്, സോള് എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള വഴിയിലൂടെയാണ് പോകുന്നത്. മൂന്ന് ദിശയിലേക്കാണ് പോകുന്നത്. മൂന്നും ഒരേ ദിശയിലേക്ക് പോകുമ്പോഴാണ് നിങ്ങൾ ഈ എക്സിസ്റ്റൻസിൽ കണക്റ്റ് ആവുന്നത്. അപ്പോൾ ഈ മൂന്ന് ദിശയിൽ പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നിങ്ങൾ ഭയങ്കര ടയേർഡാകും, നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ്സ് ഫീൽ ചെയ്യും, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് വരണമെന്നില്ല, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് വരണമെന്നില്ല. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യാൻ ഇപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ഉള്ളത്. അത് നിങ്ങളുടെ ലൈഫിൽ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ സോള് നിങ്ങളെ കൊണ്ടുപോകുന്നത് നിങ്ങളുടെ എക്സിസ്റ്റൻസിലേക്കാണ്. പക്ഷേ നിങ്ങളുടെ ബോഡി, മൈൻഡ് രണ്ടും മറ്റൊരു ദിശയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ സമയത്തുണ്ടാവുന്ന സ്ട്രഗിളിംഗ് ആണ് ഇവിടെ 8 നമ്പർ ശനീൻ്റെ ഇൻഫ്ലുവൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. ശരിക്കും നിങ്ങൾക്കുള്ളിൽ നല്ല ഒരു ക്ലാരിറ്റി ഉള്ള ഒരു അത്രയും പ്യുവർ ആയിട്ടുള്ള ഒരു ഇന്നർ ഗുരു ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഓപ്പൺ ആക്കാനുള്ള ഒരു വഴി ഇപ്പം നിങ്ങൾക്ക് മുന്നിൽ കാണുന്നില്ല. അത് എപ്പോഴാണോ നിങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു വരുന്നത് അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫ് വളരെ നല്ല രീതിയിൽ, വളരെ സ്മൂത്തായിട്ടും അതുപോലെ മറ്റുള്ളവർ നിങ്ങളെ ഫോളോ ചെയ്യുന്ന വിധത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി, അതുപോലെ ഒരു ഐഡൻറ്റിറ്റിയിലേക്ക് നിങ്ങൾ വരുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അതിനെയാണ് ഇവിടെ ഫ്ലവറി എന്ന് പറയുന്ന കാർഡ് കാണിക്കുന്നത്. അതായത് നിങ്ങൾക്കുള്ളിലെ ആ ലോട്ടസ് വിടർന്നു വരുവാണ് ചെയ്യുന്നത്. ഇവിടെ ഫ്ലവറി എന്ന് പറയുന്ന കാർഡിൽ ഒരു ലോട്ടസിൽ ഒരു ലേഡി ഇരുന്നിട്ട് കാണാൻ പറ്റും. അത് ആ ലോട്ടസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഡിവൈനിറ്റി ഉണരുന്ന ഒരു സാഹചര്യത്തെയാണ് അവിടെ ലോട്ടസ് ആയിട്ട് കാണിക്കുന്നത്. അതിലാണ് ആ ലേഡി ഇരുന്നിട്ടുള്ളത്. ആ ലേഡി എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ ഡിവൈൻ ഫെമിനൈൻ എനർജി, നിങ്ങളുടെ ഇൻഡ്യൂഷൻ, അത് തന്നെയാണ് നിങ്ങളുടെ മാസ്റ്റർ വരുന്നത്. അതായത് ഇൻഡ്യൂഷൻ ഉണർന്നു വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ എപ്പോഴാണോ ഈ മൈൻഡ്, സോൾ, ബോഡി ഇതെല്ലാം ഒരുമിച്ച് ഒരേ ദിശയിലേക്ക് പോകുന്നത്, ആ സമയത്ത് നിങ്ങൾക്ക് ഈ ഫ്ലവറിങ് പോലെ നിങ്ങളുടെ ഉള്ളിലെ ആ ഹിഡൻ ആയിട്ട് നിൽക്കുന്ന ആ ഒരു ടാലൻറ്റ് ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും. ഈ തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുന്ന സന്ദർഭത്തിലാണ് നിങ്ങൾക്ക് ഹ്യൂമൻ ഡിസൈൻ എക്സ്പേർട്ട് എന്ന് പറയുന്ന ഒരു കാർഡ് വന്നിട്ടുണ്ട്. അതിന് മുന്നേ ഇവിടെ ഒരു ഹൈഡ്രേഷൻ എന്ന് പറയുന്ന ഒരു കാർഡ് വന്നിട്ടുണ്ട്. അതുപോലെ ബബിൾസ് എന്ന് പറയുന്ന കാർഡ്. ഈ ഹൈഡ്രേഷൻ എന്ന് പറയുമ്പം നിങ്ങളുടെ ബോഡി ഇപ്പോൾ അത്രയും ടയേർഡായിട്ടാണ് ഉള്ളത്. ഞാൻ ഒരിക്കൽ സൂചിപ്പിച്ചു, നിങ്ങളുടെ ബോഡി വേറെ ഏതോ ദിശയിലേക്കാണ് പോകുന്നത്. ബോഡി സോളിന് അനുകൂലമായിട്ട് നിൽക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വളരെ ഹൈഡ്രേഷൻ കുറവാണ്. അതായത് വരണ്ട് നിൽക്കുന്ന പോലുള്ളൊരു അവസ്ഥയാണുള്ളത്. ധാരാളം വെള്ളം കുടിക്കുക, അതുപോലെ നിങ്ങൾക്കുള്ളിൽ എന്തെങ്കിലും ഹീലാകാനുണ്ടെങ്കിൽ, എന്തെങ്കിലും സപ്രസ്ഡ് ഇമോഷൻ ഉണ്ടെങ്കിൽ അത് ഹീലാക്കേണ്ട കാര്യങ്ങൾ ചെയ്യുക. കാരണം വാട്ടറിലാണ് നമ്മുടെ ഇമോഷനൊക്കെ സ്റ്റോറേജ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റോർ ചെയ്യുന്ന ഇമോഷൻ അവിടെ സപ്രസ്ഡ് ആയിട്ട് നിൽക്കും തോറും ഇത് ഫ്രീസ് ആവാൻ തുടങ്ങും. അപ്പം നമ്മുടെ ബോഡി ഭയങ്കര വീക്കാവും. അതാണ് ഇവിടെ ഹൈഡ്രേഷൻ എന്ന് പറയുന്ന കാർഡ് കാണിക്കുന്നത്. അപ്പം ധാരാളം വെള്ളം കുടിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഉള്ളിലെ എന്തെങ്കിലും സപ്രസ്ഡ് ഇമോഷൻ ഉണ്ടെങ്കിൽ, ഇമോഷണലി നിങ്ങൾ ഹേർട്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഹീൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. അപ്പോഴാണ് ഈ ഹൈഡ്രേഷൻ എന്ന് പറയുന്ന കാർഡ് ഇവിടെ നിന്ന് മാറി നിൽക്കുന്നത്. അതുപോലെ ബബിൾസ് എന്ന് പറയുന്ന കാർഡും കാണിക്കുന്നത്, ബബിൾസിൽ അവിടെ ഒരു മൂൺ കാണുന്നുണ്ട്. അപ്പം ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇമോഷൻ ബബിൾസ് പോലാണ്. അതായത് പെട്ടെന്ന് വന്നു പോകുന്ന രീതിയിലാണ് നിങ്ങളുടെ ഇമോഷൻ ഉള്ളത്. അതും ഒരു സ്റ്റെബിലിറ്റി ഇല്ല ഒന്നിലും. അപ്പം നിങ്ങൾ ഇമോഷനൊക്കെ സപ്രസ് ചെയ്യാതെ അതിനെ അനുവദിക്കുക, അതിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുക. നിങ്ങൾക്ക് മൂണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂൺ എനർജി വരുന്ന സമയത്ത് എന്ന് വെച്ചാൽ കുറച്ച്
അത് ബാലൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെസ്സ് പോലുള്ള ഫീലിംഗ് ഇത്, അതുപോലെ നിങ്ങൾക്ക് സപ്രസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഇമോഷൻസ്, ഇതൊക്കെ ഇമോഷണലി നിങ്ങൾ ഭയങ്കര ഹേർട്ടാവും. മറ്റുള്ളവർ നിങ്ങളെ ഇമോഷണലി ഹേർട്ട് ചെയ്യും. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം മൂന്ന് നിങ്ങൾക്ക് കുറച്ച് വീക്കായിട്ടുള്ള കാര്യങ്ങൾ തരുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ഈ സോൾ റെസ്റ്റ് ഇല്ലാതെ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സോൾ എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തിക്കഴിയുമ്പോഴാണ്, സോൾ എവിടെയാണോ എത്തേണ്ടത് അവിടെ നിങ്ങളുടെ ബോഡിയും മൈൻഡും എത്തിക്കഴിയുമ്പോഴാണ് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരു റെസ്റ്റ് കിട്ടും. ഇപ്പം നിങ്ങൾക്ക് റെസ്റ്റാണ് ആവശ്യം. അതാണ് ഇവിടെ ഹൈഡ്രേഷനും ബബിളും കാണിക്കുന്നത്, ബബിൾസ് എന്ന് പറയുന്ന കാർഡ്. പിന്നെ നിങ്ങൾക്ക് വന്നത് ഹ്യൂമൻ ഡിസൈൻ എക്സ്പേർട്ട് എന്ന് പറയുന്ന കാർഡും വന്നിട്ടുണ്ട്. അതുപോലെ സൈക്കോ കാർട്ടോഗ്രഫി എന്ന് പറയുന്ന കാർഡും വന്നിട്ടുണ്ട്. ഈ ഹ്യൂമൻ ഡിസൈൻ എക്സ്പേർട്ട് എന്ന് പറയുന്ന കാർഡ് കാണിക്കുന്നത് നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഒരു ക്രിയേറ്റർ നിങ്ങളുടെ ഉള്ളിലുണ്ട്. വളരെ റെയറായിട്ടുള്ളൊരു കാര്യമാണ്. മറ്റുള്ളവർക്ക് ഇല്ലാത്ത ക്ലാരിറ്റി നിങ്ങൾക്കുണ്ടാവും. മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഈസിലി മനസ്സിലാക്കാൻ പറ്റും. അതെന്ത് കാര്യമാണെങ്കിലും മറ്റുള്ളവർക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവിടെ നോർമലി എന്താണോ സിറ്റുവേഷൻ എപ്പോഴും ഉണ്ടാവുക, ആ സിറ്റുവേഷൻ നിങ്ങൾ അവിടെ ചെന്ന് കയറിക്കഴിഞ്ഞാൽ ആ സിറ്റുവേഷനും മാറും, ആളുടെ ക്യാരക്ടറും മാറും. അപ്പം അങ്ങനെ ഒരു ഇത് നിങ്ങൾക്കുണ്ട്. ഇത് വളരെ റയറായിട്ട് വരുന്നൊരു കാർഡാണ്. അപ്പോൾ അത് കാണിക്കുന്നത് നിങ്ങൾക്ക് അത്രയും യുണീക്കായിട്ടുള്ള ഒരു ഹ്യൂമൻ ഡിസൈൻ എക്സ്പേർട്ട് എന്ന് പറയുമ്പം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ലൈഫ് ഡിസൈൻ ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ മനസ്സ് എത്രത്തോളം പോസിറ്റീവായിട്ട് നിൽക്കുന്നോ അത്രത്തോളം നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ഫീലിങ്സ്, ഇതൊക്കെ എത്രത്തോളം പോസിറ്റീവായിട്ടാണ് ഉള്ളത് ആ പോസിറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിലുണ്ടാവും. അതല്ല നെഗറ്റീവായിട്ടാണ് നിങ്ങളുടെ തോട്ട്സ്, ഫീലിങ്സ് ഒക്കെ വരുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ അനുഭവിക്കേണ്ടി വരിക. അതുകൊണ്ട് നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായിട്ട് നിൽക്കാൻ പറ്റുമോ അത്രത്തോളം പോസിറ്റീവായിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ലൈഫ് ഡിസൈൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുമാത്രമല്ല, നിങ്ങളുടെ ലൈഫ് മാത്രമല്ല, നിങ്ങളുടെ എപ്പിയറൻസ്, നിങ്ങളുടെ ഫിസിക്കൽ എപ്പിയറൻസും നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ ഏത് മാറ്റാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് അത്യാവശ്യം വേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ ബോഡി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് നല്ല എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നിങ്ങൾക്ക് ഒന്നുകൂടി നിങ്ങൾ ബോഡി ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബോഡിയിൽ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ഹീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെയർ ഫോളോ അല്ലെങ്കിൽ സ്കിന്നിന് എന്തെങ്കിലും അലർജി പോലെയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ സെൽഫ് ഹീൽ ചെയ്ത് മാറ്റാൻ പറ്റും. പക്ഷെ നിങ്ങൾക്കുള്ളിൽ ആ ഹീലറാണ് ഉണരേണ്ടത്. ആ ഹീലർ ഉണർന്നില്ല. നിങ്ങൾക്കുള്ളിൽ ആ ഹീലിംഗ് എനർജി ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മറ്റൊരാളുടെ ഒരു ഹെൽപ്പ് വേണ്ടി വരില്ല നിങ്ങളെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സെൽഫ് ഹീലിംഗ് ചെയ്യാൻ പറ്റും. അതുപോലെ മറ്റുള്ളവരെയും നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും അവിടെയുള്ള അന്തരീക്ഷം പെട്ടെന്ന് തന്നെ മാറുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ പോകുന്നതിന് മുന്നേ വരെ അവിടെ എന്താണോ സിറ്റുവേഷൻ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ അത് കംപ്ലീറ്റ് നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ മാറിയിട്ടുണ്ടാകും. അതുപോലെ അവിടെ ഉണ്ടായ വ്യക്തികളുടെ പെരുമാറ്റവും നിങ്ങൾ പോകുന്നത് വരെ ഉള്ളതുപോലെ ആയിരിക്കില്ല ഉണ്ടാവുക. നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു പെരുമാറ്റം മാറും. അപ്പം അത്രയും ഒരു യുണീക്കായിട്ടുള്ളൊരു എനർജി നിങ്ങൾക്കുള്ളിലുണ്ട്. അതാണ് ഇവിടെ കാണിക്കുന്നത്. സൈക്കോ കാർട്ടോഗ്രഫി എന്ന് പറയുന്ന കാർഡ് കാണിക്കുന്നത് നിങ്ങൾ നാച്ചുറലി ഒരു റീഡറാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് നാച്ചുറലി നിങ്ങൾ ഹീലറാണ്, അത് ഞാൻ പറഞ്ഞു. അതിലുപരി നിങ്ങളൊരു റീഡറാണ് എന്നുള്ളത്. അതായത് മറ്റുള്ളവരുടെ മനസ്സ് നിങ്ങൾക്ക് പെട്ടെന്ന് വായിക്കാൻ പറ്റും. അവരെന്തെങ്കിലും ഹിഡൻ ഇമോഷൻ അവരുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരെന്തെങ്കിലും ഹൈഡ് ചെയ്ത് വച്ചിട്ട് അവർ വേറൊരു ഇമോഷനാണ് നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അവരുടെ ഇമോഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പറ്റും. ബിക്കോസ് മറ്റുള്ളവർക്ക് അധിക സമയം നിങ്ങളുടെ മുന്നിൽ ഒരു മാസ്ക് ഇട്ടിട്ട് നിൽക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് ഈസിലി പിക്ക് ചെയ്യാൻ പറ്റും അവരുടെ ഹിഡൻ ഇമോഷൻ എന്താണ്, അവരുടെ ഒരു ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത് നാച്ചുറലി നിങ്ങൾക്കുള്ളൊരു ടാലൻ്റ് ആണ്. നിങ്ങൾക്ക് ബൈ ബേർത്ത് തന്നെ വന്നിട്ടുള്ളൊരു ടാലൻ്റ് ആണ് ഈ നാച്ചുറൽ റീഡർ എന്നുള്ളത്.
നിങ്ങൾക്കൊന്നും ഒരു ടൂളിൻ്റെ ആവശ്യം വേണ്ടി വരില്ല. ചില ആൾക്കാർക്ക് ടാരോട്ട് കാർഡ്സ് വേണം, അല്ലെങ്കിൽ ജ്യോതിഷം വേണം, അങ്ങനെ പല രീതിയിലുള്ള ടൂൾസ് വേണ്ടി വരും. പക്ഷെ നിങ്ങൾക്കിവിടെ ടൂൾസിൻ്റെ ഒന്നും ആവശ്യം വരില്ല. നിങ്ങൾക്ക് ഒരാളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി തന്നെ നിങ്ങളോട് ഇന്നതാണ് എന്നുള്ളത് നിങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ അത് നിങ്ങൾ ആ ഒരു കാര്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. നിങ്ങൾക്ക് എന്താണോ ഇൻറ്റ്യൂട്ടീവ്ലി ഒരാളെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് കറക്റ്റായിരിക്കും. അത് നിങ്ങൾ തള്ളിക്കളയാൻ പാടില്ല. അത് നിങ്ങൾ തള്ളിക്കളയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മയാണ്. അതായത് മനസ്സാണ് പിന്നെ അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആദ്യം ഒരാളെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അതായിരിക്കും ആ ഒരു വ്യക്തിൻ്റെ ട്രൂത്ത്. അപ്പോൾ അത് വിശ്വസിക്കാൻ ശ്രമിക്കുക. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്കുള്ളിൽ ഒരു ഇൻറ്റ്യൂട്ടീവ് റീഡർ ബൈ ബർത്ത് തന്നെ ഉണ്ട്. അത് നിങ്ങളുടെ മുൻജന്മത്തിൽ നിന്ന് വന്നതാവാനാണ് ചാൻസ്. മുൻജന്മത്തിൽ എന്തെങ്കിലും സ്പിരിച്വൽ വർക്കൊക്കെ ചെയ്ത ആൾക്കാരായിരിക്കും. അപ്പോൾ ആ ജന്മത്തിൽ തന്നെ നിങ്ങൾക്ക് കിട്ടിയ ഒരു സിദ്ധിയായിട്ടാണ് അത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന ടാലൻറ്റ്. നിങ്ങൾക്കുള്ളിൽ നിങ്ങൾ അറിയാതെ നിൽക്കുന്ന, ഇതുവരെ പുറത്ത് മേ ബി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് അവിടെ എങ്ങനെ എത്തിച്ചേരണം എന്ന് അറിയുന്നുണ്ടാവില്ല. ആ ഒരു സിറ്റുവേഷനിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്കുള്ളിലൊരു ടാലൻറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു കുറേ കാര്യങ്ങൾ, അതൊക്കെയാണ്. അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് റീസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.